തോന്നിയാസം കാണിച്ചേർന്ന കുടുംബക്കാരെന്ത് പറയും? പിന്നെ കുടുംബക്കാര് പിരിവിട്ട പൈസക്കാണല്ലോ ഞാൻ വെള്ളം അടിച്ചത്. എടാ നിനക്കാരേലും പെണ്ണ് തരൂടാ ഹറാം പറഞ്ഞോനെ. പിന്നെ ഇവിടെ എല്ലാം തികഞ്ഞതിന് പെണ്ണ് കിട്ടാണല്ലോ. അപ്പോഴായി പിഴക്കി. അമ്മാവനായിട്ട് പറയണല്ല, നിങ്ങളെപ്പോലൊരു ചെറ്റയെ ഞാൻ എന്റെ കുടുംബത്തിൽ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്കൊരു അനിയനുണ്ടായിരുന്നല്ലോ, അവനെ പോലൊരു നാറിയ ശങ്കരോ തേടിയമ്മാവ് കൊണാത്തിരിച്ചല്ലോ. പാലനം വേണ്ട, അധികാരം വേണ്ട, ഉപദേശങ്ങൾ പണ്ടേ സ്വീകരിക്കില്ല ശരം. എത്ര ദിവസം കൊണ്ട് ഞാൻ വിളിക്കുവോ? അങ്ങോട്ട് പോയാ പിന്നെ അവൻ ആരെയും വേണ്ട. കേടരയാകുമ്പോ ഒരു വിളിയുണ്ട് ഇല്ലയോ? കറക്റ്റ് ആ സീരിയൽ തുടങ്ങുന്ന സമയത്ത് ഞാനും വല്ല ജോലിക്ക് പോവാ. ചെല്ലടാ, അമ്പാൻ കോഴിക്കട കോഴിയുടെ തൂര് പറിക്കാൻ ആളിനെ വേണം. വന്നല്ലോ സ്വപ്നം. ഭൂതത്തിനോട് ഭാവി ചോദിക്കുന്നില്ല, എങ്ങോട്ടാ? ഒരു 1,50,000 കൈവച്ച ഫോർ വാട്ട്? ഫോർ ബൈയിങ് ആൻ ഐഫോൺ. എന്തിന്? ദാറ്റ്സ് ഗിഫ്റ്റ് നമ്പർ സ്റ്റോറി ഡൈനസ്റ്റി. അയ്യോ ഒന്നുമില്ല, 3 നേരത്തെ എല്ലാം കൂടെ ഒരുമിച്ച് കുത്തിക്കയറ്റി ഇങ്ങനെ വരും. സുഖല്ലേ? വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ ഹൈർ. നടക്കുന്ന മോളെ എക്സ് എന്ന് പേര് പറയണ്ട, എക്സ് എന്ന് ക്യാരക്ടറിനെയും. എക്സ് എന്ന് പറഞ്ഞത് ഐ മീൻ ഒരു എന്താ പറയുക, ഓൾജിബ്ര ഒന്നും പഠിച്ചിട്ടില്ല. ഇതൊക്കെ ഫുൾ ലൈൻ അടിക്കാനൊക്കെ പഠിപ്പിച്ചു. എന്നെ 10 ദിവസം കൊണ്ട് പച്ചവെള്ളം പോലെ സംഗീതം പഠിപ്പിച്ചു തരാൻ ഞാൻ. താങ്ക് യു പക്ഷേ തുടങ്ങിയല്ലെന്നാ സാപ്പാട്. ഓ വേണ്ട, എന്ത് ശാപ്പാട്? ശാപ്പാടല്ലടാ, സാപ്പാട്. ഒപ്പം സാപ്പാട്. അത് കഴിഞ്ഞ അത് അറിയില്ല മോനെ. സപ്തസ്വരങ്ങളാണുള്ളത്. സപ്തം പറഞ്ഞ എന്താ? സെപ്റ്റംബറിന് ഓണം. സെപ്റ്റംബറിന് എന്താന്നല്ല, സപ്തം പറഞ്ഞാൽ എന്താ? 7. സാ കഴിഞ്ഞ രി. സാരി 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 കഴിഞ്ഞ സാരിയുടെ അറ്റത്ത് മുന്താണി. മുള്ളാണി കെട്ടി അടിയടാവനെ. ഗാമ ഗാമ. ആ ഗാമയല്ല, പിന്നെ വാസ്കോട ഗാമ. എന്നെ കൊണ്ടതൊന്നും പറ്റില്ല. നമുക്ക് വേറെ നോക്കാം. നീ പല്ലവിയുള്ള ഒരു പാട്ട് പാടും. റൗഡി ബേബി മതിയാ? അതിലെന്ത് പല്ലവി? സായി പല്ലവി. ഇതോടെ നിർത്തിക്കോ. ഇനി ഞാൻ പറയുന്നതിന് എന്തെങ്കിലും ഇതേപോലെ മണ്ടത്തരം പറഞ്ഞ അടിക്കുന്നേ. ഇനി ഞാൻ ഒന്നും പറയില്ല. സാരമില്ല. ശ്രുതി എന്ന് പറഞ്ഞ എന്താ? ശ്രുതി ഈണം പോലത്തെ. മതി മതി മതി, അതെങ്കിലും അറിയാലോ. ഒത്തിരി ഷഡ്ജത്തിനെ പറ്റി പറയാൻ പറ്റുമോ? അതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാ ശരി, ടെൻഷൻ ആവണ്ട. മോൻ ഇങ്ങോട്ട് കേറി വരുമ്പോ ഞാൻ സംഗീതം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് വലിയ ഷഡ്ജം ഇട്ടുണ്ടായിരുന്നത്. കാരണം എന്താ? അതിന് കാരണം പറഞ്ഞോ, നിനക്കറിയാം. അത് മാഷിന്റെ അച്ഛന്റെ ഷഡ്ജമാണ്. മാഷിന്റെ ഷഡ്ജം ഉണങ്ങിയിട്ടില്ല അല്ലേ? കഫീലിന്റെ പുലി അവൻ ഞാനില്ലാതെ കഴിക്കൂല. പിന്നെ അറബിയുടെ പെണ്ണും വിളിച്ചു, അവള് ഞാനില്ലാതെ പുറത്തോട്ടും പോകില്ല. ഇവനല്ലേ അവരുടെ ഡ്രൈവർ, പിന്നെ അവളങ്ങനെ പോകും. ഏയ് അതുകൊണ്ടല്ല, ആ വീട്ടിൽ ഞാനിപ്പോ ഒരു അംഗത്തെ പോലെ. ഉടനെ റേഷൻ കാർഡിലൊക്കെ പേര് വരും. അവിടെ റേഷൻ കട എവിടെയാണ്? പിന്നെ അവിടുത്തെ അറബി ഇവിടെ വന്ന് വാങ്ങിക്കുവോ? ചേർന്നെങ്കിൽ ഗൾഫിൽ പോകണമെന്നൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും പ്രവാസി പ്രവാസിയല്ല. അറബിയെ വല്ലാണ്ട് മിസ് ചെയ്തു. അവിടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ. അവിടുത്തെ ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ചിട്ടാന്ന് തോന്നില്ല, മുടിയൊക്കെ പോയല്ലേ? അല്ലടാ, ഞാൻ വലത്തോട്ട് ജീപ്പ് വെച്ചോണ്ട്. അല്ലടാ, നീ നോക്കിയ മുടി പോയില്ലേ? അല്ലടാ, പോയിട്ടില്ല. അപ്പൊ നേരത്തെ പെണ്ണ് കെട്ടിക്കില്ല, തല ഉള്ള പപ്പം കൂടെ ഇവിടെ പോകും. ഒരു അർജന്റ് കാണാൻ. ശരി, പിന്നെ അണ്ണാന്റെ വിസയുടെ കാര്യം വന്നിട്ട് എനിക്ക് അവിടെ സുഖിക്കാവുള്ളേ. നിന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ. അതാ അതാ ഉസ്ബുർ കഫീൽ ഉസ്ബുർ വന്നിട്ട് ഞാൻ പുലിയുടെ ചെട്ടി മാറ്റിട്ടുണ്ട്. ഇപ്പോഴങ്ങ് എപ്പോഴും അമ്പലത്തിലാ. ദേവിയെ കാണുമ്പോ ഒരു സുഖം. ദേവിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കൊള്ളുമ്പോഴും പറയണം സുഖമാണെന്ന്. നല്ലതൊന്നും പറയില്ല. കൂടെ നടക്കുന്ന ദേവി വേറൊരു ദേവനെ കാണുമ്പോ ഈ പേടനെ ഇട്ടേച്ച് പോകരുത്. മോനെ, കൂടെ നടക്കുന്നോള് കൂടുമാറി പോയാലേ അമ്പലത്തിന് വരെ ആശ്രമത്തിൽ പോയിരിക്കേണ്ടി വരും. ആശ്രമത്തിലേക്ക് ഇപ്പൊ മൊത്തം വിദേശികളാ. പോയിരുന്ന ഒരെണ്ണത്തിനെ സെറ്റ് ആക്കാം, PR ഒപ്പിക്കാം.
അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു മോനെ ലണ്ടനിൽ വന്ന് ഫോറിൻ മോക്ക് പച്ചമരുന്ന് അരച്ചു കൊടുക്കാനൊക്കെ. അമ്മ പച്ചമരുന്ന് അരച്ചു കൊടുത്താൽ കൊച്ചു പച്ചത്തെറി ആയിരിക്കും പറയുന്നത്. നാട്ടിൽ വളരുന്ന പിള്ളേർ നാട്ടിലെ 4 തെറി പറയുന്നത് നാട്ടുശാസ്ത്രമാണ്. ഇത് ആരോടിച്ചോണ്ട് വന്ന ഈ വണ്ടി? ഞങ്ങൾ രാവിലെ ചെറുതായിട്ടൊന്ന് മദ്യപിച്ചു. എന്റെ അച്ഛന് ഡ്രൈവിംഗ് സ്കൂളാണെന്ന് അറിയാലോ. ഇവിടെയും ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ആക്സിലേറ്ററും ഉണ്ട്, പിന്നെ സ്റ്റിയറിംഗ്. അത് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറാറില്ല. നിയമം അത് പാലിക്കേണ്ടത്. രാഘവ മാഷിന്റെ മോൻ എത്തിച്ചോളാം. നിക്കണവിടെ കുടിച്ചിട്ടുണ്ടോടാ? അതമ്മ ചെറുതായിട്ട് കുടിച്ചിട്ടുണ്ടല്ലേ. കുടിച്ചിട്ട് ഈ വീടിന്റെ പടി ഒരുത്തനും കേറി പോവരുത്. നീ ഇവിടെ നിൽക്ക്, ഞാൻ കേട്ടിട്ടില്ല. നിക്കണവിടെ. നീ കുടിച്ചിട്ടില്ലടാ? ഇല്ലമ്മ, ഞാൻ കഞ്ചാവ് പഠിച്ചത്.